എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. അത് അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ മടി കാണിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇഷ്ടത്തോടെ കഴിക്കും. നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ഇതിൽ ഞാനിപ്പോൾ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാനിൽ വെള്ളം വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. നല്ല ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മാത്രമേ അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറേശ്ശെ പൊടിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. വെള്ളം ഞാൻ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇളക്കി കൊടുക്കണം. ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഒരുപാട് ലൂസായി പോകരുത്. മാവ് നന്നായിട്ട് കുഴച്ച് വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇതിങ്ങനെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. എല്ലാം ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൽ ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ഒന്ന് ചൂടാവുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചേർത്ത് നന്നായി ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടമാവും. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരത് തീർച്ചയായും കഴിച്ചിരിക്കും. ഇത്ര ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഒപ്പം കമൻറ്റ് ചെയ്യുക, ഇതൊന്ന് ഷെയർ ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.